ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന ക്ലെയിം പേയ്മെൻറ്റ് റേഷ്യോ എന്ന് പറയും. ക്ലെയിംസ് കിട്ടിയതിൻ്റെ എത്ര ശതമാനം പേ ചെയ്തു. അതിപ്പോൾ ഏറ്റവും കൂടുതൽ LICക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ ശതമാനം ക്ലെയിംസ് കിട്ടുന്നതിൽ പേ ചെയ്യുന്നത്. ഫാസ്റ്റായിട്ട് പേ ചെയ്യുന്നത് അവരാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു നിക്ഷേപമല്ല, നിക്ഷേപത്തിനുള്ളൊരു മാർഗ്ഗമാണ്, കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ്. വേറെ മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ ഒരു ധാരണ ഉണ്ട്, ഇത് ഓഹരിയിൽ ഇടുകയാണ് മ്യൂച്വൽ ഫണ്ട് ഇടുക എന്ന് പൊതുവേ ഒരു ധാരണ. അത് വളരെ തെറ്റായ ധാരണയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കടപ്പത്രങ്ങളിലാണ് നടക്കുന്നത്. പിന്നെ മ്യൂച്വൽ ഫണ്ടും ഈലിപ്പും മറ്റൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ടിന് ലിക്വിഡിറ്റി കൂടുതലാണ്. ഇന്ന് വാങ്ങിച്ചിട്ട് പിന്നെ പെട്ടെന്ന് പൈസ വേണമെങ്കിൽ അതുകൊണ്ട് നഷ്ടമോ ലാഭമോ എന്നല്ല, അത് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും. യൂലിപ്പൊക്കെ ആണെങ്കിൽ 5 വർഷമെങ്കിലും ഹോൾഡ് ചെയ്താലേ പൈസ എടുക്കാൻ പറ്റുള്ളൂ. NPS ആണെങ്കിൽ 60 വയസ്സ് വരെ കീപ്പ് ചെയ്യണം. അടുത്തത് അങ്കമാലിയിൽ നിന്നും ലക്ഷ്മിയുടേതാണ് ചോദ്യം. എൻ്റെ വാർഷിക വരുമാനം 4,80,000 ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും നോക്കുകയുണ്ടായി. ആനുവൽ ഇൻകത്തിൻ്റെ 10 ഇരട്ടിയും 20 ഇരട്ടിയും ടേം ഇൻഷുറൻസ് എടുക്കണമെന്നാണ് കണ്ടത്. എന്നാൽ 4,80,000 മുതൽ 5 ലക്ഷം വരെ വരുമാനമുള്ളവർ എത്ര ടേം ഇൻഷുറൻസ് എടുക്കണം? ഓൺലൈനിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഓൺലൈനാണോ അതോ നേരിട്ട് ഓഫീസുകളിൽ ചെന്ന് ഇൻഷുറൻസ് എടുക്കുന്നതാണോ നല്ലത്? അതോടൊപ്പം തന്നെ 2 പ്ലാനുകളാണ് അവർ കണ്ടത്. ICICI പ്രൊഡൻഷ്യൽ ഐ പ്രൊട്ടക്ട് സ്മാർട്ട് ലൈഫ്, HDFC ക്ലിക്ക് ടു പ്രൊട്ടക്ട് പ്ലാൻ എന്നിവയാണവ. ഇതിലേത് പ്ലാനാണ് നല്ലതെന്നും അവർക്ക് അറിയേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരുപാട് പ്രേക്ഷകർക്ക് സംശയമുള്ളൊരു കാര്യമാണ്. ഇതേ കാര്യമാണ് പറഞ്ഞത്. ഇൻഷുറൻസ് എങ്ങനെ റിക്വയർമെൻറ്റിൽ കണക്കാക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നത്. നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടാനുള്ള എമൗണ്ട്, കടബാധ്യതകൾ അടച്ചു തീർക്കാനുള്ള എമൗണ്ട്, പിന്നീട് നമ്മളുടെ ആശ്രിതർക്ക് വേണ്ടിയിട്ട് അവരുടെ ദൈനംദിന ജീവിതത്തിന് ഒരു ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ എത്ര രൂപ വേണം, ഇത് കണക്കാക്കിയിട്ട് ഇപ്പോഴുള്ള ഇൻഷുറൻസ് കവറേജും നിക്ഷേപങ്ങളും അതിൻ്റെ മൂല്യം കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന തുകയാണ് ഷോർട്ടേജ് എന്ന് പറയുന്നത്. ആ ഷോർട്ടേജിന് ആണ് അഡീഷണൽ ഇൻഷുറൻസ് എടുക്കേണ്ടത്. നല്ല ഒരുപാട് വെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇതെല്ലാത്തിനുള്ള കാശ് കാണും. നോക്കുമ്പോൾ അവർക്ക് അഡീഷണൽ ഇൻഷുറൻസിൻ്റെ ആവശ്യമേ വരില്ല. പിന്നെ വേണമെന്നുള്ള ഗ്രീഡാണ്. ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് നഷ്ടം നികത്താനേ ഉപയോഗിക്കാവുള്ളൂ, അധികം ലാഭം ഉണ്ടാക്കാൻ ഉപയോഗിച്ചുള്ളൂ. പക്ഷെ പിന്നെ ആൾക്കാർ പറയും ഹ്യൂമൻ ലൈഫിന് വാല്യൂ കണക്കാക്കാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് കൂടുതലെടുക്കാം. അത് അവരുടെ ആഗ്രഹം. പക്ഷെ മിനിമം എടുക്കേണ്ട രീതിയാണ് പറഞ്ഞത്. ഓക്കെ, ഇവർ രണ്ടാമത് ചോദിക്കുന്നത് 4 മുതൽ 5 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് എത്ര? സാധാരണ ജീവിത ലക്ഷ്യങ്ങൾ ഒരുവിധം കുട്ടികളെ പഠിപ്പിക്കണം, വിവാഹം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, വീടിൻ്റെ കടബാധ്യത ഉണ്ടെങ്കിൽ അത് അടയ്ക്കണമൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ ഇതിൽ 50 ലക്ഷത്തിൻ്റെ കവർ നല്ലതാണ് ഒരാളിന്. ഒരു ഇപ്പോൾ അത് ഇനി 3 ലക്ഷം ആയാലും മതി, ഭാവിയിൽ വരുമാനമൊക്കെ കൂടും, ചിലവുകൾ കൂടും, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 50 ലക്ഷത്തിൻ്റെ കവർ എടുക്കുന്നത് അവർക്ക് നല്ലതാണ് മിനിമം. പിന്നെ ഈ ഓൺലൈൻ എടുക്കുന്നത് പലർക്കും ഒരു സംശയമുണ്ട്, അതിലെന്തെങ്കിലും തട്ടിപ്പോ അങ്ങനെ? ഇല്ല. ഓൺലൈൻ എടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ HDFC ക്ലിക്ക് ടു പ്രൊട്ടക്ട് അവർ പറഞ്ഞ പോളിസിയുടെ പേര് പറയണം. അവർ ബ്രാഞ്ച് വഴി എടുക്കുന്നെങ്കിൽ ഉള്ളതിന് റേറ്റ് കുറവായിരിക്കും ഓൺലൈൻ വഴി എടുത്താൽ. കാര്യം കമ്മീഷൻ ലാഭിക്കാം, ഏജൻസി കമ്മീഷൻ ലാഭിക്കാം, അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ പക്ഷേ ഇത് ബ്രാഞ്ച് വഴി എടുത്താലും ഓൺലൈൻ എടുത്താലും ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. അവർ ആദ്യം ഒരു കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതിന് കൃത്യമായിട്ടും ശരിയായിട്ടുള്ള സത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കുക. അവിടെ കള്ളത്തരം കാണിച്ചിട്ട് അവസാനം ക്ലെയിം വരുമ്പോഴത്തേക്കും, അന്ന് ക്ലെയിം വരെയാണ് ഇയാളുടെ BP കൂടിയിട്ട് ഞരമ്പ് കൂട്ടിയിട്ട് എന്തോ പറ്റിയെന്നാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇയാളുടെ BP ഉണ്ടായിരുന്ന BP ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഇതാണ് 25 വർഷം കൊണ്ട് ഇയാൾക്ക് BP ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണ്. പക്ഷേ അങ്ങനെയാണ് തടസ്സങ്ങൾ വരുന്നത്, മനസ്സിലായില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് എഴുതുക. 2, എല്ലാ മിക്കവാറും ടേം പോളിസി എടുക്കാൻ പോകുമ്പോൾ ഇത് പറയും, മെഡിക്കൽ ടെസ്റ്റൊക്കെ ചെയ്യാൻ പറയും. അതിന് നമ്മൾ പോവുക. അപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതാണ് പ്രധാനം. അവർ എല്ലാം പരിശോധിച്ചിട്ടാണ് നമുക്ക് തരുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൽ വേറെ പറ്റിപ്പൊന്നുമില്ല. അത് ഓൺലൈൻ എടുക്കുന്നതിന് ചെയ്യാം. ഈ 2 പോളിസി അല്ല, അവർക്കിപ്പോൾ ഒരുപാട് എല്ലാ കമ്പനികൾക്കും ടേം പോളിസി ഉണ്ട്. ഇപ്പോൾ മാക്സ് ലൈഫിനുണ്ട്, LICക്കുണ്ട്. അവർ ചെയ്യേണ്ടത് ഇതെല്ലാം കമ്പയർ ചെയ്ത് പ്രീമിയം ഏതിനാണ് കുറവ് നോക്കിയിട്ട് അവരുടെ വർക്കിംഗ് പീരീഡ്, ഇപ്പോൾ ചില പോളിസികൾ 85 വയസ്സ് വരെ നിങ്ങൾക്ക് കവറേജ് തരാമെന്നൊക്കെ പറയും. പക്ഷേ അതിൻ്റെ പ്രീമിയം കൂടുതലായിരിക്കും. കാര്യം 85 വയസ്സാകുമ്പോൾ ഒരാൾ മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, മനസ്സിലായില്ലേ. പക്ഷേ ഒരു 60 വയസ്സിൽ ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നുണ്ടെങ്കിൽ 60 വയസ്സ് വരെയുള്ള ടേം എടുത്താൽ പ്രീമിയം കുറഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള നോക്കിയിട്ട് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ICICI HDFC മാത്രമല്ല, അവർക്ക് ഇതെല്ലാം നോക്കിയിട്ട് ഏതിനാണ് പ്രീമിയം നോക്കിയിട്ട്
ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന ക്ലെയിം പേയ്മെൻറ്റ് റേഷ്യോ എന്ന് പറയും. ക്ലെയിംസ് കിട്ടിയതിൻ്റെ എത്ര ശതമാനം പേ ചെയ്തു. അതിപ്പോൾ ഏറ്റവും കൂടുതൽ LICക്ക് ആയിരിക്കും. ഏറ്റവും കൂടുതൽ ശതമാനം ക്ലെയിംസ് കിട്ടുന്നതിൽ പേ ചെയ്യുന്നത്, ഫാസ്റ്റായിട്ട് പേ ചെയ്യുന്നത് അവരാണ്. ബാക്കിയുള്ളവർ ഇപ്പോൾ HDFC ഒക്കെ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന HDFC ഉണ്ട്, ഇപ്പോൾ മാക്സ് ലൈഫ് ഉണ്ട്, ഇപ്പോൾ HICC കാണും, അതൊക്കെ കാണും. പിന്നെ ചില കമ്പനികളിലെ നോക്കിക്കഴിഞ്ഞാൽ ക്ലെയിം പേയ്മെൻറ്റിന് പലപ്പോഴും 6 മാസത്തിൽ കൂടുതൽ എടുത്ത് കാണും. അങ്ങനെയുണ്ട്. അപ്പോൾ അവരുടെ പ്രോസസ്സിങ്ങിൻ്റെയൊക്കെ ഇതാണ്. അപ്പോൾ അത് ഒരിടത്തും അതിൻ്റെ അനാലിസിസ് വന്നിട്ടില്ല. പക്ഷേ IRD എല്ലാ വർഷം പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടിൽ ഇതൊക്കെ വരുന്നുണ്ട്. കുറച്ച് കമ്പനികൾ നോക്കിയിട്ട്, 2 കമ്പനി മാത്രമല്ല കൂടുതൽ കമ്പനികൾ പ്രീമിയം നോക്കി അവരെ ക്ലെയിം പേയ്മെൻറ്റ് റേഷ്യോ നോക്കിയിട്ട്, ഇപ്പോൾ അത് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളുടെ റേഷ്യോ ഇതാണെന്ന് പറയും. ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. അവൈലബിൾ ആണ്. ബഹ്റൈനിൽ നിന്ന് അബ്ദുള്ളയാണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സോവറിൻ ഗോൾഡ് ബോണ്ടിലാണോ ETF-ലാണോ നിക്ഷേപിക്കേണ്ടത്? 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ഞാൻ നടത്തേണ്ടത് എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കും അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംശയം. ETF എന്ന് രണ്ടും ചെയ്യുന്നത് സ്വർണം വാങ്ങിച്ചു വെച്ചിട്ടാണ് അവർ ഇൻസ്ട്രുമെൻ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ETF-ൽ നമ്മളിപ്പോൾ 1 ഗ്രാമിൻ്റെ ആയിരിക്കും ഒരു യൂണിറ്റ്. ഒരു യൂണിറ്റ് ETF വാങ്ങിച്ചു കഴിഞ്ഞാൽ 1 ഗ്രാമിന് തതുല്യമായ വിലയായിരിക്കും അതിലുള്ളത്. 10 ഗ്രാമിനോ അല്ല, അപ്പോൾ 1 ഗ്രാമിന് 24 ക്യാരറ്റിൻ്റെ 1 ഗ്രാമിനുള്ള വിലയാണ് അതിനുള്ളത്. അപ്പോൾ ഈ ETF-ൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വിനിമയം എളുപ്പമാണ്. എന്ന് വേണം വിൽക്കാൻ, നമുക്ക് ലിക്വിഡേറ്റ് ചെയ്ത് കാശ് എടുക്കാൻ പറ്റും. ബോണ്ട്, സോവറിൻ ഗോൾഡ് ബോണ്ട് ആണെങ്കിൽ 8 വർഷത്തെ കാലാവധിയുണ്ട്. പിന്നെ 5 വർഷം കഴിഞ്ഞ് എന്തോ ഒരു കോൾ ചെയ്യും. ആ സമയത്ത് അങ്ങനെ ഇടവേളകളിൽ മാത്രമേ ഇത് നമുക്ക് കാശാക്കി മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രയാസമുണ്ട് ദീർഘകാലം. പക്ഷെ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പൈസ വേണ്ടെങ്കിൽ അതിൽ സോവറിൻ ബോണ്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം 2.5% എന്തോ ഇവർ സർക്കാർ പലിശ ഇനത്തിലും തരും. അപ്പോൾ നമ്മളുടെ സ്വർണ്ണം അവിടെ കൊണ്ട് ബോണ്ട് വാങ്ങുകയും ചെയ്തു. ഇപ്പോൾ 1 ഗ്രാം വാങ്ങിച്ചു കഴിഞ്ഞാൽ 1 ഗ്രാമിൻ്റെ വിലയ്ക്ക് ഇടുന്ന വിലയ്ക്ക് അനുസരിച്ചുള്ള 2.5% കിട്ടുകയും ചെയ്യുന്നു. അത് മെച്യൂർ ആവുന്ന അന്നത്തെ സ്വർണത്തിൻ്റെ വില നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യാം. ETF-ൽ അത് കിട്ടും, പക്ഷേ ഈ 2.5% എന്നുള്ള വരുമാനം ഇല്ല. പക്ഷേ ലിക്വിഡിറ്റി എളുപ്പമാണ്. അപ്പോൾ നമ്മളുടെ ആവശ്യമാണ്. ഇപ്പോൾ നമുക്ക് 5 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് പൈസ എടുക്കണം. ഇപ്പോൾ ഒരു വിവാഹ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ 3 വർഷം കഴിഞ്ഞ് പലപ്പോഴും വിവാഹം അടുക്കുമ്പോഴേ ആഭരണങ്ങൾ എടുക്കുകയുള്ളൂ. കുറച്ച് കാശുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ETF വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ 3 വർഷം കഴിയുമ്പോൾ അതാകുമ്പോഴത്തേക്ക് ETF വിറ്റിൽ അന്നത്തെ സ്വർണത്തിൻ്റെ വില കിട്ടും. എന്നിട്ടത് എടുത്തിട്ട് നമുക്ക് ഇപ്പോൾ പലരും സ്വർണ്ണ കോയിന് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു, അതിന് പകരം ഇത് വാങ്ങിച്ച് വെച്ചാൽ മതി. അത് കൊടുത്തിട്ട് ചെയ്യാം. പക്ഷെ ബോണ്ടാണെങ്കിൽ അത് ദീർഘകാലത്തേക്കുള്ള നിക്ഷേപമാണ്. അവിടെയാണ് അപ്പോൾ നമ്മുടെ ആവശ്യം പരിഗണിച്ച് വേണം നമ്മൾ ചെയ്യാം. അപ്പോൾ 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്ന് കൂടി ചോദിക്കുന്നുണ്ട് അദ്ദേഹം. ചെയ്യേണ്ടത് 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ഞാൻ നടത്തേണ്ടത്? അപ്പോൾ ഒരുമിച്ച് പൈസ ഉണ്ടെങ്കിൽ 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അല്ല, നമുക്ക് മാസാമാസം വരുമാനത്തിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കാനാണെങ്കിൽ ഇത് ETF ആയിരിക്കും ബെറ്റർ. അങ്ങനെ വരുമ്പോഴത്തേക്കും എല്ലാ മാസം കുറേശ്ശെ വാങ്ങിച്ച് വയ്ക്കാൻ പറ്റും. ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അവർ ETF യൂണിറ്റ്സ് വാങ്ങിച്ച് വയ്ക്കും, ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറയും. അപ്പോൾ അതാകുമ്പോൾ 10 രൂപയുടെ ചെറിയ യൂണിറ്റുകൾ കിട്ടും. മറ്റേ ETF 1 ഗ്രാം സ്വർണ്ണമല്ലേ ഒരു യൂണിറ്റ്, അത് ഒരു 5600 5700 രൂപ വരില്ലേ. ഇതാണെങ്കിൽ അങ്ങനെ വരില്ല. 10 രൂപ 12 രൂപ ഒരു യൂണിറ്റിന് വെച്ചിട്ട് ചെറിയ എമൗണ്ടുകളും. അപ്പോൾ SIP പോലെ സ്റ്റാർട്ട് ചെയ്താൽ അത് ചെയ്യാൻ പറ്റും. സാർ, അടുത്ത ചോദ്യം ഗഫൂറാണ് ചോദിച്ചിരിക്കുന്നത്. സ്ഥലം കൃത്യമായി പറഞ്ഞിട്ടില്ല. UAE-ൽ നിന്നുള്ളൊരു വാട്സപ്പ് നമ്പറിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്: മ്യൂച്വൽ ഫണ്ട്, SIP തുടങ്ങിയ മേഖലയിൽ നിക്ഷേപിക്കാനാണല്ലോ നിങ്ങൾ ഫിനാൻഷ്യൽ പ്ലാനേഴ്സ് കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് SIP മാത്രമാണോ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്, അതോ വേറെ എന്തെങ്കിലും അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ടോ? നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്ക് സപ്പോർട്ട് ചെയ്യാനാണോ ഈ പ്ലാറ്റ്ഫോമുകൾ സജസ്റ്റ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ സംശയം. എന്തുകൊണ്ടാണ് സാറ് ഈ കമ്പനികളെ സപ്പോർട്ട് ചെയ്യുന്നതിനാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ല, അദ്ദേഹത്തിൻ്റെ സംശയം നമുക്ക് അഡ്രസ്സ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു നിക്ഷേപമല്ല, നിക്ഷേപത്തിനുള്ളൊരു മാർഗ്ഗമാണ്. കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ്. എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ പലരിൽ നിന്നും പൈസ വാങ്ങിയിട്ട് അവർ നിക്ഷേപിക്കുകയാണ്, നമുക്ക് വേണ്ടി റിസർച്ചൊക്കെ നടത്തി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓഹരിയിലിടണം ഒരു മ്യൂച്വൽ ഫണ്ട് 70 കമ്പനി അല്ലെങ്കിൽ 60 കമ്പനിയിലൊക്കെയാണ്, സ്റ്റോക്സിലൊക്കെയാണ് നിക്ഷേപിക്കുന്നത്. നമ്മളൊരാളിന് ഇത്രയും ചെയ്യാൻ പറ്റില്ല, ഇത്രയും കമ്പനികളെ മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ നമ്മളുടെ ബിഹാഫിലാണ് ചെയ്യുന്നത്. വേറെ പ്ലാറ്റ്ഫോം ഇല്ല എന്നുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ യുലിപ്പ് ഉണ്ട്, ഇൻഷുറൻസ് പ്ലാൻ വാങ്ങിയ യുലിപ്പ് ഇതുപോലെയാണ്. യുലിപ്പിൽ അതിൽ ഇൻഷുറൻസും കൂടി ചേർന്നിട്ട് വരികയാണ്. ബാക്കി നമ്മൾ ഒരു എമൗണ്ട് ഇൻഷുറൻസിൻ്റെ പ്രീമിയം പോയിട്ട് ബാക്കി വരുന്ന തുക ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാണ് യുലിപ്പിൽ. അതും സ്റ്റോക്സിലുള്ളതുണ്ട്, ബോൺസിലുള്ളതുണ്ട്, അങ്ങനെ ഉണ്ട്.
പിന്നീട് NPS ഉണ്ട്, നാഷണൽ പെൻഷൻ സ്കീം. അതിനകത്തും അത് മ്യൂച്വൽ ഫണ്ടല്ല, പക്ഷേ അതിനകത്തും ഒരു ഫണ്ട് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. ഇനി ഇതൊന്നും വയ്യെങ്കിൽ നിങ്ങൾക്ക് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഇടാം ബാങ്കിൽ പോയിട്ട്, അത് വേറൊരു മാർഗ്ഗമാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ചാൽ ഒരു ധാരണയുണ്ട്, ഇത് ഓഹരിയിൽ ഇടുകയാണ് മ്യൂച്വൽ ഫണ്ട് ഇടുക എന്ന് പൊതുവേ ഒരു ധാരണ. അത് വളരെ തെറ്റായ ധാരണയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കടപ്പത്രങ്ങളിലാണ് കിടക്കുന്നത്, ബോൺസ് എല്ലാം ഡെറ്റിലാണ് കിടക്കുന്നത്. പിന്നീട് മ്യൂച്വൽ ഫണ്ട് വഴി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു ETF-ൻ്റെയും മറ്റേ ഗോൾഡ് ഫണ്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പിന്നീട് മ്യൂച്വൽ ഫണ്ട് വഴി സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കമ്മോഡിറ്റീസിൻ്റെ മ്യൂച്വൽ ഫണ്ട്സ് ഇനിയിപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ റിയൽ എസ്റ്റേറ്റിൻ്റെ മ്യൂച്വൽ ഫണ്ട് വരും. ഒരാളിന് 1 സെൻറ്റ് ഒരുമിച്ച് വാങ്ങിക്കണം, അതിൻ്റെ ഒരു പോർഷൻ്റെ കിട്ടിയാൽ മതിയല്ലോ. ഇപ്പോൾ ഓൾറെഡി റേറ്റ്സ് ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ഉണ്ട്. ഇതെല്ലാം കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസാണ്, പല പേരിൽ വരുന്നതേ ഉള്ളൂ. ഒരുമിച്ച് ഒരാളിന് ഇടാൻ സാധാരണക്കാർക്ക് പറ്റില്ല. പക്ഷേ അവർക്ക് അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ സ്കീം വഴി വരുന്നതെന്നുള്ളൂ. മ്യൂച്വൽ ഫണ്ട് അതിനുള്ളൊരു മാർഗ്ഗമാണെന്നേ ഉള്ളൂ. പിന്നെ മ്യൂച്വൽ ഫണ്ടും യൂലിപ്പും മറ്റൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ടിന് ലിക്വിഡിറ്റി കൂടുതലാണ്. ഇന്ന് വാങ്ങിച്ചിട്ട് പിന്നെ പെട്ടെന്ന് പൈസ വേണമെങ്കിൽ അതുകൊണ്ട് നഷ്ടമോ ലാഭമോ എന്നല്ല, അത് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും. യൂലിപ്പൊക്കെ ആണെങ്കിൽ 5 വർഷമെങ്കിലും ഹോൾഡ് ചെയ്താലേ പൈസ എടുക്കാൻ പറ്റുള്ളൂ. NPS ആണെങ്കിൽ നമ്മൾ 60 വയസ്സ് വരെ കീപ്പ് ചെയ്യണം. അപ്പോൾ അതിലും ഇക്വിറ്റി വാങ്ങാം, ഓഹരി വാങ്ങാം, യൂലിപ്പിലും വാങ്ങാം, മ്യൂച്വൽ ഫണ്ടിലും വാങ്ങാം. പക്ഷേ അങ്ങനെയുള്ള സൗകര്യങ്ങൾ നോക്കിയിട്ടാണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അത് പറയുന്നത്. അല്ലേ മ്യൂച്വൽ ഫണ്ടിൻ്റെ കമ്പനി സഹായം, കാര്യം ഒരു കമ്പനിയെ കുറിച്ചല്ലല്ലോ നമ്മൾ പറയുന്നത്. നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് എന്നുള്ള ഒരു നിക്ഷേപ മാർഗ്ഗം വളരെ പരിമിതമായ ചിലവില്ല. അതുമാത്രമല്ല, ഇപ്പോൾ പുതിയ സെബിയുടെ നിയമം അനുസരിച്ചിട്ട് ഡയറക്റ്റ് ഫണ്ട്സും ഉണ്ട്. ഇപ്പം നിങ്ങൾ ഏജൻറ്റ് വഴി അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കർ വഴി വരെ വാങ്ങുന്നെങ്കിൽ അവർക്ക് ഇതിലൊരു കമ്മീഷൻ കിട്ടും. ഓക്കെ, പക്ഷേ നിങ്ങൾ നേരിട്ട് ഡയറക്റ്റ് ഫണ്ട്സ് മ്യൂച്വൽ ഫണ്ട് വഴി നേരിട്ട് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫണ്ട്സിൻ്റെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതുവഴി വാങ്ങിച്ചാൽ ഈ കമ്മീഷൻ പോർഷൻ ഇല്ല. അപ്പോൾ ഡയറക്റ്റ് ഫണ്ടിലൂടെ നമ്മളൊരു ഇക്വിറ്റി ഫണ്ട് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഏജൻറ്റ് വഴി വാങ്ങുന്നതിന് 2 NAV ആണ്. അതിന് റെഗുലർ എന്ന് പറയും. ഇപ്പോൾ റെഗുലറിൻ്റെ NAVയും കട്ടിയും നമ്മൾ ഒരു വർഷത്തെ വരുമാനം നോക്കിയാൽ സാധാരണ റെഗുലറിൽ ഒരു 12% വരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റേ ഡയറക്റ്റിലാണെങ്കിൽ 13 ആണ്. ഏകദേശം 1% വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഇത് ആരെയും സഹായിക്കേണ്ട, നമുക്ക് ആരെയും സഹായം ആവശ്യമില്ലെങ്കിൽ ഡയറക്റ്റ് ഫണ്ട്സിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു കമ്മീഷനും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ലോങ് ടൈമിൽ SIP മാത്രമാണോ എന്നുള്ളതാണ് ചോദ്യം. ലോങ് ടൈമിൽ SIP അല്ലാതെ പിന്നെ എങ്ങനെ ചെയ്യാം? നമ്മൾ വരുമാനത്തിൽ നിന്ന് ഒരു എമൗണ്ട് മാറ്റി വയ്ക്കുക. നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ പൈസ ഉണ്ട്, നമുക്ക് കുറേ FDs ഉണ്ട്, അതിന് റീഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് വഴി കുറേ പൈസ കിട്ടി അത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ വരുന്നെങ്കിൽ അത് ഒരു ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ. അതിപ്പോൾ നേരിട്ട് സ്റ്റോക്സ് വാങ്ങിച്ചു വയ്ക്കാം. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് വേണ്ട, നമ്മളതിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ നേരിട്ട് സ്റ്റോക്സും ബോൺസും ഒക്കെ വാങ്ങിച്ചു വയ്ക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ പോർട്ട്ഫോളിയോ മാനേജേഴ്സ് ഉണ്ട്, അവരൊക്കെ എനിക്ക് തോന്നുന്നു 50 lakhs 1 കോടി രൂപ എന്താണ് അവരെ മിനിമം എമൗണ്ട്. അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് സൈസ് ഉണ്ടെങ്കിൽ അവർ മാനേജ് ചെയ്ത് തരും. സാധാരണക്കാരന് ഇത് മാർഗം. അല്ലെങ്കിൽ ബാങ്കിൻ്റെ, പോസ്റ്റ് ഓഫീസിൻ്റെ റെക്കറിംഗ് ഡെപ്പോസിറ്റാണ് ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്നൊരു മാറ്റമാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. ഇത് മ്യൂച്വൽ ഫണ്ടിലോട്ട് വരുന്നത് കുറച്ചുകൂടെ എന്തെങ്കിലും കൂടുതൽ കിട്ടും. സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്ന സംഭവമായിരുന്നു ഇതൊക്കെ. എപ്പോഴാണ് അവർക്ക് കൂടുതൽ ആക്സസിബിലിറ്റി ഉണ്ടാകുന്നത്. നിയമത്തിൽ നിന്നും വിനീതാണ് അടുത്തത്. സാർ, ഞാനൊരു മാസം 2000 രൂപ സേവിങ്സായി മാറ്റി വെക്കുന്നുണ്ട്. എനിക്കൊരു വർഷം കൊണ്ട് ഔട്ട്സൈഡ് ഇന്ത്യ ഏതെങ്കിലും ഒരു രാജ്യത്ത് ടൂർ പോകണമെന്നാണ് ആഗ്രഹം. എന്നാൽ എൻ്റെ ഭാര്യ പറയുന്നത് ആ പൈസ 1 വയസ്സുള്ള എൻ്റെ മകൻ്റെ 17 വർഷത്തിന് ശേഷമുള്ള ഉപരിപഠനത്തിന് വേണ്ടി മാറ്റിവെക്കാനാണ്. ടൂർ പോകാൻ ഭാര്യ സമ്മതിക്കുന്നില്ല. എനിക്ക് ടൂർ പോകാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നാണ് വിനീതിൻ്റെ വിനീതമായ ചോദ്യം. അദ്ദേഹത്തിന് ടൂർ പോകാൻ സാധിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അതെ, ഭാര്യ പറയുന്നത് ശരിയാണ്, മനസ്സിലായില്ലേ? കാര്യം ആദ്യം നമ്മളുടെ പ്രധാനപ്പെട്ട ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? കുട്ടിയുടെ പഠിത്തം, അല്ലെങ്കിൽ നമ്മുടെ റിട്ടയർമെൻറ്റ്, ഭാവിയിൽ ഒന്നാമത് പ്രൈവറ്റ് സെക്ടർ ജോലിയാണെങ്കിൽ ഇതൊക്കെ ഇതിന് മുൻകൂട്ടി കരുതി പോയിട്ട് പിന്നീട് പൈസ മിച്ചം ഉണ്ടാകുമ്പോൾ ആസ്വദിക്കുന്നതിൽ നല്ല, അല്ലെങ്കിൽ ആദ്യം ഇതിനൊക്കെ കരുതൽ ചെയ്ത് വച്ചിട്ട് അടുത്തതിലോട്ട് പോകുന്നതല്ലേ നല്ലതെന്നുള്ളത് സാധ്യതയാണ്. കാര്യം നമ്മളൊരു യാത്ര പോയി അതിൻ്റെ സന്തോഷം അപ്പോൾ കഴിഞ്ഞു ഇല്ലേ? പക്ഷേ മറ്റത് ജീവിതം മുഴുക്കിയുള്ളതാണ്. നമ്മളൊരു റോഡിൽ കൂടെ കാർ ഓട്ടിക്കുകയാണ്, മനസ്സിലായില്ലേ? ട്രാഫിക് ജാമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എത്ര പെട്ടെന്ന് ഇടുന്ന സ്പീഡിൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? എവിടെയെങ്കിലും ഇടിച്ച് ആക്സിഡൻ്റ് ഒക്കെ പറ്റും അല്ലേ? എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഈ നമ്മുടെ ഒരുപാട് കൺസ്ട്രെയിൻസ് ഉള്ള സമയത്ത്, പരിമിതികളുള്ള സമയത്ത് നമ്മൾ ഒരുപാട് സ്പീഡിൽ പോകാൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രയാസമാകും. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ കുട്ടിക്ക് 1 വയസ്സേ ആയുള്ളൂ. അപ്പോൾ 17 വർഷമാണെങ്കിൽ കക്ഷിക്ക് 2000 രൂപ വെച്ചിട്ട് സമ്പാദിക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 2000 രൂപ വെച്ച് സേവ് ചെയ്യാം. സേവ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു ഇത്രയും ദീർഘകാലത്തേക്കാണെങ്കിൽ ഈ SIP എന്തെങ്കിലുമൊക്കെ ചെയ്ത് 12% ഓൺ ആവറേജ് കിട്ടുമെങ്കിൽ അന്ന് ഏകദേശം ഒരു 11,73,000 രൂപ ഉണ്ടാക്കാം. പക്ഷേ അത് മാത്രമേ അതിന് വേറൊരു വഴിയുണ്ട്. നമ്മൾ സമ്പാദിക്കുന്നത് ഈ വർഷം മാസം 2000 വെച്ചിട്ടു, അടുത്ത വർഷം നമ്മൾ വരുമാനം വർദ്ധിക്കില്ലേ, ഒരു 10% 2000 എന്നുള്ളത് 2200 ആക്കാമോ? അങ്ങനെ ആക്കി പോയി കഴിഞ്ഞാൽ 17 വർഷം ഓരോ വർഷവും ഒരു 10% ഇത് കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അന്ന് 23,70,75,000 രൂപ വരെ ഉണ്ടാക്കാൻ പറ്റും. അത് അന്നും നല്ലൊരു എമൗണ്ടാണ്. ഇത് കുട്ടിയെ പഠിപ്പിക്കാനാണെങ്കിൽ ഇപ്പോൾ ഒരു എഞ്ചിനീയറിങ്ങോ എന്തൊക്കെ പഠിപ്പിക്കുന്നെങ്കിൽ നല്ലൊരു എമൗണ്ടാണ്. അപ്പോൾ 2000 രൂപ തുടങ്ങുന്ന കാര്യമാണ്. ഇതേപോലെ തന്നെ വേറെ ഈ കക്ഷിക്ക് ഇപ്പോൾ ഒരു 30 വർഷമെങ്കിലും ജോലി ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ 2000 രൂപ ഇട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ 2000 വെച്ച് ഇട്ട് പോയി അടുത്ത 2000-ൻ്റെ അതാണ് പോയാൽ ഒരു റിട്ടയർ ചെയ്യുന്ന സമയമാകുമ്പോൾ 1,50,53,00,000 രൂപയാവും. അതുണ്ടെങ്കിൽ മാസം ഇന്നത്തെ രീതിയിൽ 17,500 രൂപ വരുമാനം കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ റിട്ടയർമെൻറ്റ് സമയം വരെ ചിലവുകൾ നടന്നു പോകും. അന്ന് വലിയ എമൗണ്ട് ആയിരിക്കും ഇന്നത്തെ രീതിയിൽ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് വെച്ചാൽ അപ്പോൾ 2000 ആയി. പിന്നെയും വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത എൻജോയ്മെൻറ്റിലോട്ട് നോക്കാം. ഒന്ന് പിന്നെ വേറൊരു വഴി ഇതെങ്ങനെ മിച്ചം പിടിക്കുമെന്നാണ്. ഓക്കെ, മിച്ചം പിടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ചിലവുകൾ കൺട്രോൾ ചെയ്യണം. പ്രോപ്പറായിട്ടൊരു ബഡ്ജറ്റിങ് വേണം. അനാമത്ത് ചിലവുകൾ കുറയ്ക്കണം. ഇപ്പോൾ ഇത് നിങ്ങൾ ഒരു സിനിമ ഉണ്ടായിരുന്നു, എൻ്റെ പേരെന്താണ്, അമർ അക്ബർ ആൻ്റണി എന്നാണ് പൃഥ്വിരാജിൻ്റെ. അപ്പോൾ ആ സിനിമയിൽ ഇവർ പട്ടായ പോകണമെന്നും പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ, എന്നിട്ട് ഓരോ പ്രാവശ്യം ഓരോ ആവശ്യം വരും എന്ന് പറഞ്ഞല്ല. നമുക്ക് ഇതിനു വേണ്ടി മാത്രം ഈ 2000 അല്ല, നമുക്ക് അതിന് ചെയ്യേണ്ടത് നമ്മൾ എക്സ്പെൻസ് കുറയ്ക്കണം. അപ്പോൾ എനിക്ക് ഒരു 500 രൂപയുടെ ചിലവ് വരെയാണ്, ഞാൻ അതിൻ്റെ 10% കുറച്ച് ചിലവാക്കുള്ളൂ. ഇപ്പോൾ ഹോട്ടലിൽ പോയി ആഹാരം വാങ്ങിച്ചു 250 രൂപ വേണം, ഞാൻ 25 രൂപ കുറയും, 225-നുള്ളതേ കഴിക്കണുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അപ്പോഴും നമ്മുടെ ചിലവുകൾ കുറയുന്നത് അത് മാറ്റി വയ്ക്കണം. അപ്പോൾ അഡീഷണലായിട്ട് സമ്പാദിക്കാൻ പറ്റും. അങ്ങനെ വരുന്ന എമൗണ്ട് 2-3 വർഷം കഴിയുമ്പോൾ ഉപയോഗിക്കാം. പിന്നെ വേറൊരു വഴിയുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പൈസ അങ്ങനെ പിടിച്ചിട്ട് 2-3 വർഷം കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നമ്മളെ ജോലിയിലും പുരോഗതി ഉണ്ടാവും അല്ലേ, അപ്പോൾ കുറച്ചുകൂടെ ഉയർന്ന വരുമാനമൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ചെയ്യാമെന്നുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അടയ്ക്കാൻ ഒരു ചെറിയ ലോൺ എടുത്ത് അടയ്ക്കാൻ പറ്റുമെങ്കിൽ ലോൺ എടുത്തിട്ട് ഈ നമ്മൾ സമ്പാദിച്ച പൈസയും ചേർത്തിട്ട് പോകാം. പക്ഷേ എപ്പോഴും ആലോചിക്കേണ്ട, കുട്ടിയുടെ പഠിത്തത്തിന് ഉണ്ടാക്കുന്നത് നമ്മൾ റിട്ടേൺ ഉണ്ട്, അത് ടച്ച് ചെയ്തിട്ടുള്ള കളിയൊന്നും വേണ്ട. അതങ്ങനെ നടക്കട്ടെ. ഭാര്യയെ പറഞ്ഞാൽ ഇപ്പം കേട്ടില്ലെങ്കിൽ പിന്നെ അനുഭവിക്കും. ഇക്കാര്യത്തിൽ സാധാരണ പലരും പറയുന്ന ഭാര്യ ഒരുപാട് പൈസ ചിലവാക്കിക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇത് അവർ നല്ല കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അത് കേൾക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ അവസാനമായിട്ട് ചോദിക്കുന്നത്, എനിക്ക് ടൂർ പോകാൻ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ ടൂർ പോകാൻ എന്തെങ്കിലും മാർഗം സാറിന് പറഞ്ഞു കൊടുക്കാനുണ്ടോ? ഇപ്പോൾ തൽക്കാലം പോകണ്ടെന്നാണ് പറയുന്നതല്ലേ? ഇപ്പോൾ തൽക്കാലം ഇന്ത്യക്ക് വെളിയിൽ പോകണ്ട, ഇന്ത്യക്ക് അകത്തുള്ള സ്ഥലങ്ങളിലും ഒരുപാട് സ്ഥലം വിസിറ്റ് ചെയ്യാൻ കാണുമല്ലോ. അവിടെ എവിടെയെങ്കിലും കുടുംബമായിട്ട് പോകുന്നതാണ് നല്ലത്, ബഡ്ജറ്റിന് നല്ലത്. അങ്ങനെ സമ്പത്തിൻ്റെ വഴി തൽക്കാലം അവസാനിക്കുകയാണ്. പുതിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി വീണ്ടും കാണാം.